നമസ്കാരം. മലയാള താരസംഘടന അമ്മയിലെ സഹപ്രവർത്തകർ തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നും പ്രമുഖ നടന്റെ പേരുമായി ചേർത്ത് കഥകൾ പ്രചരിപ്പിച്ചെന്നുമുള്ള നടി അൻസിബയുടെ പരാതി സിനിമാ ലോകത്ത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ആരോപണം ഉന്നയിച്ച ശേഷം അമ്മയുടെ ഭാരവാഹിത്വം അൻസിബ രാജിവെക്കുകയും ചെയ്തിരുന്നു. അൻസിബ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് ലക്ഷ്മിപ്രിയ പോലീസിൽ മൊഴി നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് അൻസിബ പരാതി നൽകിയത്. ഈ പരാതിയിൽ മൊഴി നൽകാൻ തൃക്കാക്കര ACP ഓഫീസിലാണ് ലക്ഷ്മിപ്രിയ എത്തിയത്. ഇതിനു മുൻപ് ലക്ഷ്മിപ്രിയ ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകുകയും ചെയ്തു. അൻസിബ ഹസൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ലക്ഷ്മിപ്രിയ ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം തടഞ്ഞുവെച്ചു എന്ന അൻസിബയുടെ വാദം വാസ്തവ വിരുദ്ധമാണെന്നും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ തന്റെ പക്കലുണ്ടെന്നുമാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. തന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് സന്ദേശം അൻസിബ അയച്ചതുകൊണ്ടാണ് തനിക്ക് പോലീസിൽ പരാതി നൽകേണ്ടി വന്നതെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് കൃത്യമായി 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അന്ന് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ ഞാൻ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. അനാവശ്യ സന്ദേശത്തെക്കുറിച്ച് പലതവണ വിശദീകരണം ചോദിച്ചിട്ടും കൃത്യമായ മറുപടി അൻസിബ നൽകിയില്ല. തന്റെ കുടുംബത്തെ ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയത്. ഇതിന് പിന്നിൽ മറ്റ് അജണ്ടകളോ ആരുടെയെങ്കിലും പ്രേരണയോ ഇല്ലെന്നും വ്യക്തികൾ തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ താരസംഘടനയായ അമ്മ ഇടപെടേണ്ട കാര്യമില്ലെന്നുമാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. എന്നാൽ തനിക്കെതിരെയുള്ള ലക്ഷ്മിപ്രിയയുടെ പരാതിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് അൻസിബ പറയുന്നത്. തന്നെ സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അൻസിബ ആരോപിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് അൻസിബ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചത്. രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോമും സംഘടനയിലെ മറ്റു ചിലരുമാണെന്ന് അൻസിബ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെയാണ് സിനിമാ ലോകത്ത് വിവാദം ആളിക്കത്തിയത്.